കേട്ടോ ഇങ്ങനൊരു ഇങ്ങനൊരു നിലയിൽ എത്തിക്കുമ്പോൾ നിനക്ക് എന്തോ തോന്നുന്നേ? സന്തോഷം തോന്നുന്നു. സ്വന്തം ഒരു ഹാപ്പി ആയില്ലേ? ഹാപ്പി. നെഞ്ചിലിരിഞ്ഞ് തുടങ്ങിയ തീക്കാനൽ നെഞ്ചിൽ അവസാനമായി അച്ഛൻ്റെ പൈസയ്ക്ക് അവൻ കരഞ്ഞു മെഴുകി മേടിക്കുന്നു. സ്വന്തം പൈസ നിനക്കും വേണ്ടടാ ഇതുപോലെ ഒരെണ്ണം. വൺ ഡേ ഡേ വൺ കാശിയുടെ വൺ ഡേ ഡേ വൺ എൻ്റെ വൺ ഡേ ഡേ വൺ ഡേ. ആളമ്പലത്തിൽ ഷൂസോ ഞാൻ ഫൈനലി കാശി ബസ് സ്റ്റോപ്പിലൊക്കെ സാരി എടുത്ത് തരുന്നതിൻ്റെ അധ്വാനത്തിൻ്റെ പോലെ ഡ്രീംസ് കം ട്രൂ. ബസ് സ്റ്റോപ്പിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ സാരി എടുത്ത് തന്നെ കാലിൽ രോഗം പഠിച്ചിട്ടുണ്ടല്ലോ. എല്ലാം ഒരു വഴിക്ക് എന്നിട്ടൊരു നാണം ഇല്ലാതെ നിൽക്കുന്നു. അച്ഛനും അമ്മയും മേടിച്ചു തന്നെയാണ്. എടാ എൻ്റെ ഈ ഫോൺ കണ്ടോ? എൻ്റെ ഈ ഫോൺ കണ്ടോ? ഒരുത്തന്നെ തലയടിച്ച് ഒടിച്ച് മേടി. ഈ കൈ കണ്ടോ? എനിക്ക് അധ്വാനിച്ച് ഒരു ഫോൺ ഫോട്ടോ എടുക്കുമ്പോഴേ അടി കമ്പിച്ചടിച്ചിട്ട്. എടാ അതില്ല അല്ല ട്രെയിനില് സൈഡിൽ നിൽക്കുമ്പോ പൈപ്പിനടിച്ച് അങ്ങനെ ഫയലിൽ കാശി ഒരു എത്ര മാസം ഇരുന്ന് കരഞ്ഞടാ കുഞ്ഞയുടെ അടുത്ത്? 2 വർഷം കരഞ്ഞു മെഴുകി. അതല്ല ഇതിപ്പോ എന്തിനാടാ ഈ ഫോൺ? നിനക്ക് എന്തിനാ? കട്ടയിൽ പോകുമ്പോ കുഞ്ഞു പറയും വീട്ടിൽ വെച്ചിട്ട് പോയി. നമ്മൾ ഐഫോൺ ലവറും ഇവര് എൻ്റെ ആൻഡ്രോയിഡ് കേട്ടോ. പക്ഷേ ഇവര് ട്രാൻസ്ജെൻഡേഴ്സാ. അത് അപ്പൂസിനെ ചാർജറിന് എന്ത് ആകാശി? 2 ദിവസം സാരി എടുക്കണം. ചാർജറിന് എന്ത് 2 ദിവസം സാരി എടുക്കും. കൃഷ്ണിയൊന്നും പോയില്ലേ? നിങ്ങളൊരു കാര്യം ചോദിച്ചോ. ഐഫോൺ എടുക്കാൻ വന്ന കാശിയ ആൻഡ്രോയിഡ്. ശരിയാ അവൻ്റെ റേഞ്ച്. ഞാനും എടുത്ത് S21 Ultra. S21 Ultra S24 Max. അപ്പോൾ സ്കൂളിൽ കൊണ്ട് ഷൈൻ ചെയ്യണം. അപ്പൊ സാറങ്ങ് പൊക്കണം പിടിച്ചു വെക്കുന്നു. പിന്നെ ക്ലാസ് കഴിയുമ്പോൾ ഒരു സ്കൂള് കഴിയത്തില്ല അപ്പഴേ കൊടുക്കും. ഫിലിപ്പ് സാർ അത്